ഹലോ പ്രിയപ്പെട്ടവരെ, മല്ലൂസ് കോട്ടപ്പുറം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുള്ള അമ്മമാരുടെ കയ്യിലൊക്കെ ഇതുപോലത്തെ ഒരു പോസ്റ്റർ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവൂലേ? അമ്മമാരുടെ ഈ ഒരു ആശങ്ക നമുക്കൊന്ന് മാറ്റിയാലോ? എനിക്കറിയുന്ന ചെറിയൊരു അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് കേട്ടോ. കുട്ടികളുടെ വളർച്ചയെയും പൊതുവെയുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പൊതുജന ആരോഗ്യ പ്രശ്നമാണ് വിരശല്യം. നമുക്ക് അംഗൻവാടിയിലെ അധ്യാപകരോ സ്കൂളിലെ ടീച്ചേഴ്സോ തന്നുവിട്ട ഈ ഗുളിക എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്, ഏത് പ്രായക്കാർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കിയാലോ. 1 മുതൽ 2 വയസ്സ് വരെ അര ഗുളികയും 2 മുതൽ 19 വയസ്സ് വരെ ഒരു ഗുളിക വീതവുമാണ് കഴിക്കേണ്ടത്. ചെറിയ കുട്ടികളാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അലിയിപ്പിച്ച ശേഷം കഴിക്കാം. ഇനി മുതിർന്ന കുട്ടികളാണെങ്കിൽ മുതിർന്നതെന്നല്ല, കുട്ടികൾ തന്നെയാണ്, 2 വയസ്സ് മുതൽ 19 വയസ്സ് വരെ അല്ലെങ്കിൽ 10 വയസ്സിന് ശേഷമുള്ള കുട്ടികളെയാണ് നമ്മൾ ഗുളിയൊക്കെ ശരിക്കും കുട്ടികളെ വിഴുങ്ങാനോ അല്ലെങ്കിൽ ചവച്ചരച്ച് നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയുള്ളൂ അല്ലേ. അപ്പോൾ അവരൊക്കെ ഒന്ന് ചവച്ചരച്ച് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിപ്പിച്ചാൽ അവരത് അങ്ങനെ കഴിച്ചോളും. പിന്നെ എങ്ങനെയാണ് നമ്മുടെ വിരബാധ കുട്ടികളിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? കുട്ടിക്ക് തൂക്കക്കുറവുണ്ടാവാം, തളർച്ചയുണ്ടാവും, ഉത്സാഹക്കുറവുണ്ടാവും, വയറുവേദന എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ നമ്മൾ എന്നും കാണിക്കുന്ന ഹോസ്പിറ്റലിലോ ഡോക്ടറെയൊക്കെ ഒന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻകൂറായിട്ട് കുട്ടിക്ക് നമുക്ക് ഈ ഒരു വിരബാധ തടയാൻ സാധിക്കും. നമുക്ക് ഏറ്റവും പ്രധാനമായ കാര്യം വിരബാധ എങ്ങനെ തടയാമെന്നാണ്. ഭക്ഷണത്തിന് മുൻപും മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിസർജ്യങ്ങൾ ശരിയായി സംസ്കരിക്കണം. മാംസം നന്നായി പാചകം ചെയ്ത് ഉപയോഗിക്കണം. എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് വിരശല്യം പാടെ നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ